പൊന്നച്ചാ പറയച്ചാ. എടാ നിന്റെ അച്ഛൻ പൊന്നച്ഛനല്ല, ഈ തങ്കച്ചനാണ്. കോടതിയിൽ തെളിഞ്ഞതല്ലേ? അയ്യോ അതല്ല പറഞ്ഞത്. എന്റെ പൊന്നച്ചാ പറ അച്ചാന്ന്. നീ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. ഇവിടെ ഉണ്ടായിരുന്ന വേലക്കാരിനെ ഗർഭിണിയാക്കിയിട്ട് രക്ഷപ്പെട്ടാനല്ലേ നീ? അതിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. അത് നടക്കൂല. എന്തേ? എന്നെ വളർത്താനും പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അച്ഛനല്ലേ ഇതുവരെ ഏറ്റെടുത്തത്? ആ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുത്തത്. എന്നാ ഇതിന്റെ ഉത്തരവാദിത്വം കൂടെ അച്ഛൻ തന്നെ ഏറ്റെടുത്തോ? എടാ കാണാ, ഇവനെ കൊണ്ട് തലവേദനയാണല്ലോ എന്റെ ദൈവമേ. അയ്യോ മുതലാളിക്ക് തലവേദനയാണോ? തലവേദനയാ. ഇത് മൈഗ്രെയിന്റെയാ. എനിക്കൊരു മോനുണ്ടല്ലോ, ഒരു മൈഗ്രെയിൻ. അതിന്റെ മൈഗ്രെയിനാ എനിക്ക്. അല്ല എന്താ അത് കഴുത്ത് വെട്ടേ. രണ്ട് കാലും വെട്ടിക്കണ, പിന്നെ വെട്ടി 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 അറക്കണ. എന്നിട്ടെന്താ അറിയില്ലേ? മഞ്ഞപ്പൊടിയുടെ കുറച്ച് മുളക് പൊടി, പിന്നെ കൊത്തമരി, ഇങ്ങനെ ഉപ്പിട്ടിട്ട് കുഴക്കണ. ഇതൊന്നും അറിയില്ലേ? ഒരു ദിവസം ഞാൻ പരോളിന് വേണ്ടിട്ട് ഇറങ്ങിയപ്പോ ജയിലിലെ എല്ലാം ആകെ കൊളായി. എന്നാ പിന്നെ ഒന്നും ഉണ്ടാക്കണ്ട. ഓക്കെ, കാര്യമായിട്ടൊരു സംഭവത്തിന് വന്നേരം. ഞാൻ ചാത്തൻ. നീ ചാത്തനല്ല, നീ അടിച്ച സാത്തനാണ് ചാത്തൻ. നല്ല മണോട്ട്. ഞാൻ അറിയപ്പെടാത്ത ഗുണ്ട ചാത്തൻ ഷിബു. അല്ലെ, അറിയപ്പെടുന്ന ഗുണ്ടാന്നല്ലേ പറയാ? എനിക്ക് ഈ പേരും പ്രശസ്തിയൊന്നും ഒന്നും ഇഷ്ടമല്ല. നിനക്ക് ഞാൻ ആരാണെന്നറിയോ? ഇല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ കെ വർക്കി. കോടീശ്വരനായിട്ട് എന്താ കാവർക്കല്ലേ പണി? എന്റെ കാലമാടൻ ചേട്ടാ. കാലമാടനല്ല, ചാത്തൻ ഷിബു. എന്റെ ചാത്തൻ ഷിബു ചേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഇപ്പൊ വന്നത്? ഞാൻ എന്തിനാ വന്നറിയോ? ഇല്ല, വീട്ടാൻ. ആ വീണി എടുത്തു കൊടുക്ക്, വീട്ടിട്ട് പോട്ടെ. അയ്യോ മറന്നില്ല, വീട്ടാനല്ല, പകരം വീട്ടാൻ. ഈ പഴംപൊരി കൊണ്ടാ? അയ്യോ, ടച്ചിങ്സിന്റെ പഴംപൊരി എടുത്ത് മാറിപ്പോയി. അയ്യോ, മെസ്സി അറിയോ? മെസ്സി അറിയാം, മറ്റേ ഫുട്ബോൾ കളിക്കാരനല്ലേ? അയ്യോ അത് മെസ്സി. നിനക്കറിയോടാ? ഫുട്ബോളുകാരുടെ ഡ്രസ്സല്ലേ? അയ്യോ അത് ജേഴ്സി. ഇവിടെ മുമ്പ് വേലക്ക് നിന്ന മെസ്സി അറിയോ? അതറിയാം. അവരുടെ ആരാണ് ഞാനാണെന്നറിയോ? അതറിയില്ല. എന്റെ പെങ്ങളായിരുന്നു മെസ്സി, എന്റെ അമ്മയായിരുന്നു മെസ്സി. അമ്മേനും പെങ്ങളും തിരിച്ചെടുത്താണ് ഇറങ്ങാനാ കളിയിൽ. ഓക്കെ സാർ. വന്നിരിക്കുന്നവൻ ഇയാള് മമ്മൂട്ടിന്റെ ആളല്ല, മോഹൻലാലിനെ പിടിച്ചോക്ക. എന്റെ അമ്മയായിരുന്നു മെസ്സി, എന്റെ പെങ്ങളായിരുന്നു മെസ്സി. അയ്യോ, ലാലേട്ടന്റെ ഫിഗറും ശബ്ദവും ഒരു കമ്പിപ്പാറ കിട്ടുമോ? എന്തിനാ? മറ്റേ ഷോൾഡർ അടിച്ചു പൊളിക്കാൻ. ഇവിടെ നീ പുതിയതായിട്ട് വേലക്കുന്നതല്ലേ? അതെ. ഇതിനു മുമ്പ് വേലക്കുന്ന മേസിയുടെ ആങ്ങളിയാണ് ഞാൻ. മേസിയെ ഗർഭിണിയാക്കിയ മകന്റെ അച്ഛനാണ്. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഉമ്മ തരാം. ഉമ്മ തരല്ലോ, മാറിപ്പോയി. ഒരു ഉപദേശം തരാം. എന്തുപദേശം? ഇവരെന്തും ചെയ്യാൻ മടിക്കാത്തതാണ്, സൂക്ഷിക്കണം. ഞാൻ എന്തിനാണോ സൂക്ഷിക്കുന്നേ? എന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയാഞ്ഞിട്ടോ. ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഷിബു, എന്താണ് നിനക്ക്? ഏതായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഞാനൊരു കാര്യം ചെയ്യാം, മോനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. അത് ഗുഡ് ഐഡിയ. എന്നിട്ട് 6 മാസത്തെ ശമ്പളം അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ എന്റെ പെങ്ങൾക്ക് കൊടുക്കാൻ പറയാം. ആ പരിപാടി നടക്കൂല മോനെ. എന്തേ? ഇതിനു മുമ്പേ ഇങ്ങനെ 1 മാസത്തെ ശമ്പളം നിന്റെ മോന്റെ അടുക്ക കൊടുത്തേച്ചിട്ട് എന്റെ പെങ്ങളെ കൊടുത്ത കൊണ്ടാണ് ഞാനും എന്റെ പെങ്ങളും ഇപ്പൊ ഇത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ പരിപാടി ഇനി നടക്കൂല. എന്റെ മോലാളി പാവമാ. ഇങ്ങോട്ട് വന്ന്. എന്തേ? നേരത്തെ പറഞ്ഞ കോടീശ്വരനാന്ന്, അത് ഇവള് പറഞ്ഞിപ്പോ പാവാന്ന്. ഞാൻ പാവം കോടീശ്വരനാ. അങ്ങനെ ഇവനെല്ലാം അടിക്കണ്ടെങ്കിൽ ഏടി വെച്ച് കയറേണ്ടി വരും. അത് ഷിബു ചേട്ടാ, മുതലാളി പാവം എന്ന് പറഞ്ഞ സ്വഭാവമാണ് ഉദ്ദേശിച്ചത്. മുതലാളി വെറുതെ വിടണം. മുതലാളിയുടെ മോന്റെ കല്യാണം തീരുമാനിച്ചു, കാർഡും അടിച്ചു. ആ കാർഡൊന്നും ഇതാണ് കാർഡ്, കണ്ട? ഇതാണ് കാർഡ്. ഇതെന്താ ജോമോൻ വിത്ത് കാളിയോ? ഇതെന്തിനെ എഴുതി വെച്ചിട്ട് നാട്ടുകാർക്ക് എല്ലാം അറിയില്ലേ അവൻ വിത്ത് കളിയാന്ന്? ജോമോൻ വിത്ത് കല. കല എന്നാണ് പെൺകുട്ടിന്റെ പേര്. ഇതൊന്നും വേണ്ട, ഞാനിതൊന്നും സമ്മതിക്കൂല. അയ്യോ, ഈ കാടൊക്കെ കീറി കളഞ്ഞു. മുതലാളിയുടെ മനസ്സ് വിഷമിപ്പിക്കല്ലേ ചേട്ടാ. മനസ്സ് വിഷമിപ്പിക്കാണ്ട്. അതെ, മുതലാളി മോനെ എങ്ങനെയാ വളർത്തിയെന്ന് ചേട്ടൻ അറിയാഞ്ഞിട്ടാ. എങ്ങനെയാ? കാല് വളരുന്നോ കൈ വളരുന്നോ നോക്കി വളർത്തിയതാ. പക്ഷെ എന്താ വളർന്നതെന്ന് എനിക്കറിയാം. ഷിബു, അവന്റെ ദുഷിച്ച മനസ്സ്, അവന്റെ ദുഷിച്ച മനസ്സായതുകൊണ്ടല്ലേ ഇങ്ങനെ പറ്റിയത്. എന്റെ മകൻ, നിന്റെ മോനൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ
ഒന്നൊച്ച വെച്ചിരുന്നെങ്കിൽ അവൾ ഉണർന്നേനെ മാധവൻകുട്ടി. ഷിബു, അവന് സോമന്റെ ശബ്ദത്തിൽ കരയാൻ അറിയില്ല. സോമൻ ചെയ്ത ബാക്കിയെല്ലാം അറിയാലോ ഇതറിയാത്ത. എന്തായാലും ഇതിനൊരു തീരുമാനമാക്കണം. ഒന്നിക്കലും ഇവിടെ കല്യാണം നടക്കണം, അല്ലെങ്കിൽ കൊലപാതകം നടക്കും. ആരെ കൊലപാതകം? നിന്റത്. അയ്യോ, എന്നാൽ കല്യാണം ഫിക്സ്. ആദ്യം പറഞ്ഞാ മയ്യേനു, ഒരു പ്രശ്നമില്ലേനു. അപ്പൊ ഞാൻ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് ജോത്സ്യനെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്തായാലും ഞാൻ ആ കുറിപ്പൊന്ന് വായിക്കാം. പിന്നെ അതെയാ, 8 മാസം കഴിഞ്ഞിട്ടുള്ള മാർച്ച് 8-നാണ് ഡേറ്റ്. എപ്പോഴാണ് ഡേറ്റ്? 8 മാസം കഴിഞ്ഞിട്ടുള്ള മാർച്ച് 8-ന്. മാർച്ച് 8 നടക്കൂല. എന്താ മാർച്ച് 8 നടക്കൂല? കാര്യം പറ. അങ്ങനെ നടക്കൂലെന്ന് പറഞ്ഞാൽ അന്ന് നടക്കണം. 15 കൊല്ലത്തിന് ശേഷമുള്ള ശുഭമുഹൂർത്തം ഇത്. മാർച്ച് 8 നടക്കൂല. എന്താന്ന് പറയടാ? ഈ മാർച്ച് 8 ഇവളുടെ ഡെലിവറി ഡേറ്റ്. പറയാ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞു അന്നാണ് സിസേറിയൻ. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.